അസ്സലാമലൈക്കും. അപ്പോൾ രാവിലത്തെ യുദ്ധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പണി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിന്ന് തുണിയൊക്കെ നനച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മഴയോട് മഴക്ക് മുറ്റത്ത് കീയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നനച്ച തുണികളൊക്കെ ഇവിടെ അയലുണ്ടായിരുന്നു. അപ്പോൾ ഇടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ തുണി നനക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. ഭയങ്കര മഴയാണ്. അങ്ങനെ തന്നെ ഞാൻ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ മക്കൾക്ക് എല്ലാവർക്കും ചോറ് കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് മീൻ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും രാത്രിക്കുള്ള നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ മുറിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ മസാലകളൊക്കെ ഇട്ടു. അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. ഒരു 10 മിനിറ്റ് ഞാൻ ഈ മസാല പിടിക്കാൻ വെച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് പിന്നെ അതിനിടയിൽ ഞാൻ ഒരു കൽത്തപ്പം ചുടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. അങ്ങനെ അരി അരിച്ചു നല്ലൊരു അടിപൊളി കൽത്തപ്പം ഉണ്ടാക്കി കേട്ടോ. ഈ ഫ്രൈ പാനിലാണെങ്കിൽ നമുക്ക് കാര്യം ഒരു എളുപ്പമായില്ലേ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു കൽത്തപ്പം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഒരു കഷ്ണം ഉള്ളിയൊക്കെ അതിനിട്ട് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ചോറും പിന്നെ പച്ചരിയും അരിച്ചിട്ട് ഞാൻ നല്ലൊരു കൽത്തപ്പം ചുട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ മക്കൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ മസാല നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീൻ നല്ലോണം മുരുമുരാന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മീനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ. പിന്നെ കറി വെച്ചാൽ എത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതൊക്കെ പൊരിച്ചെടുത്ത് മക്കൾക്കുള്ള ചോറൊക്കെ കൊടുത്ത് മക്കൾ മഹരിബിന് ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് പിന്നെ രാവിലേക്കുള്ള അരി അരിച്ച് വെക്കലാണ് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ രാവിലേക്ക് നല്ല പൊന്തി വരും കേട്ടോ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി വെച്ചാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.